Hi all. Next area we are going to discuss multilateral agreement. So we have discussed unilateral agreement, bilateral and plurilateral, and last one going to discuss multilateral trade agreement. So we have known that plurilateral agreement is a type of multilateral agreement, but or multinational legal trade agreement between countries, but the members in plurilateral agreement is limited, not as much as multilateral agreement. Okay, so multilateral agreement involves 3 or more countries who wish to regulate trade between nations without discrimination. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസങ്ങളൊന്നുമില്ല, വേർതിരിവുകളൊന്നുമില്ലാതെ കൺട്രികൾ തമ്മിൽ ഒരേപോലെ ട്രേഡ് നടത്താനുള്ള, എല്ലാ നാഷൻസും ഒരേപോലെ ട്രേഡ് നടത്താം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രേഡ് എഗ്രിമെൻറ്റിനെയാണ് മൾട്ടിലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 3 or more countries ആയിരിക്കും. മിനിമം 3 ആണ്, ഓർ മോർ കൺട്രീസ്. 2 countries ആകുമ്പോൾ അത് ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ ദർ ആർ യൂഷ്വലി ഇൻറ്റൻഡഡ് ടു lower trade barriers between participating countries, and as a consequences increase the degree of economic integration between the participants. എന്ന് വെച്ചാൽ പാർട്ടിസിപ്പേറ്റിംഗ് നാഷൻസ്, പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ് തമ്മിൽ ഉള്ള ട്രേഡ് ബാരിയേഴ്സ് ലോവർ ചെയ്യുക എന്നുള്ള ഒരു മോട്ടീവാണ് മൾട്ടിലാറ്ററൽ ട്രേഡ് യൂണിയനുള്ളത്. ആ ട്രേഡ് ബാരിയേഴ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ there will increase a degree of economic integration between the participants. Participants പറഞ്ഞാൽ കൺട്രീസ്, അവരൊക്കെയാണോ മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുള്ള പാർട്ടീസ്. അവർ തമ്മിലുള്ള എക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്, എന്താ എക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരു ഐക്യം, ഏകീകരണം, എക്കണോമിക് ഏകീകരണം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. Then multilateral trade agreements are considered as the most effective way of liberalization trade in an interdependent global economy. ഇതപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ട്രേഡ് എഗ്രിമെൻറ്റിൽ മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻ്റ് ആണ് മോസ്റ്റ് ഇഫക്റ്റീവ് വേ ഓഫ് ലിബറലൈസേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഓൾദോ മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് or trade മുമ്പ് തന്നെ ഉണ്ട്, ബട്ട് ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ് that the nations recognized the need for a set of rules and with the objective of securing market. എന്ന് വെച്ചാൽ വേൾഡ് വാറിന് ശേഷമാണ് അവിടെ ഒരു സെറ്റ് ഓഫ് റൂൾസ് വേണം എന്നുള്ളൊരു ആവശ്യം വന്നത്. The first set of such rule came in 1947 in the form of GATT. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ് ആ ഒരു ട്രേഡ് എഗ്രിമെൻറ്റിന് ഒരു സെറ്റ് ഓഫ് റൂൾസ് വേണം എന്നൊരു ആവശ്യം നാഷൻസുകൾ തമ്മിൽ ഉണ്ടായത്. അതിനുശേഷമാണ് ഫസ്റ്റ് 1947 ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള റൂൾസ് നിലവിൽ വന്നത്. പിന്നീട് അത് റീപ്ലേസ് ചെയ്തു, WTO ആയിട്ട് റീപ്ലേസ് ചെയ്തു. WTO മീൻസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, നമുക്ക് അതിലേക്കൊക്കെയാണ് പോകാനുള്ളത്. സോ നമുക്ക് നോക്കാം എന്താണ് മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബേസിക്കലി ഓൾ ഗ്ലോബൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ് ആർ മൾട്ടിലാറ്ററൽ. മോസ്റ്റ് സക്സസ്ഫുൾ എന്ന് പറയുന്നത് GATT ആണ്. ഒരുവിധം എല്ലാ ഗ്ലോബൽ എഗ്രിമെൻറ്റ്സും മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് GATT ആണ്. GATT മീൻസ് ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. 1947 വന്നിട്ടുള്ളത്. ഓക്കെ, അതിലേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാനുണ്ട്. ആൻഡ് എന്താണ് ഈ മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ദ പ്രൈമറി ബെനിഫിറ്റ് ഓഫ് മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ദാറ്റ് ഓൾ നാഷൻസ് ആർ ഗെറ്റ് ട്രീറ്റഡ് ഈക്വലി. എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. അത് വെദർ പുവർ കൺട്രി ഓർ ഡെവലപ്ഡ് കൺട്രി ഓർ ഡെവലപ്പിംഗ് കൺട്രി എന്നൊന്നും നോക്കിയിട്ടല്ല, എല്ലാ രാജ്യങ്ങളും ആ എഗ്രിമെൻറ്റിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരേപോലെ തന്നെ അവരെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. ദിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നാൽ നമ്മൾ ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതോടുകൂടി തന്നെ
ഒരുപാട് മൾട്ടിലാറ്ററൽ ആയതുകൊണ്ട് തന്നെ ദർ ആർ ലോട്ട് ഓഫ് കൺട്രീസ് ഉണ്ടാവും. സോ അങ്ങനെ ലോട്ട് ഓഫ് കൺട്രീസ് നമ്മൾ എഗ്രിമെൻറ്റ്സിൽ ഏർപ്പെടുമ്പോൾ തന്നെ ദാറ്റ് മേക്സ് മോർ ഡിഫിക്കൽട്ട് ആൻഡ് ടൈം കൺസ്യൂമിങ്. അത് നെഗോഷിയേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ തമ്മിൽ ആ ഒരു എഗ്രിമെൻറ്റ് നെഗോഷിയേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും. ടൈം കൺസ്യൂമിങ് ആണ്, അത് ഡിഫിക്കൽട്ടുമാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇനി മൾട്ടിലാറ്ററൽ അഗ്രിമെൻറ്റ്സിന് കുറച്ച് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നാഫ്ത ഒരു വൺ ഓഫ് ദ മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് തന്നെയാണ്. നാഫ്തയിലുള്ള മെമ്പേഴ്സൊക്കെ നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അതേപോലെ ദ സെൻട്രൽ അമേരിക്കൻ ഡൊമിനിയൻ റിപ്പബ്ലിക് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, കാഫ്ത എന്ന് പറയും. അതും ഒരു മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻ്റ് ആണ്. അതേപോലെ ദ ട്രാൻസ് പസഫിക് പാർട്ട്ണർഷിപ്പ്, ദാറ്റ്സ് ഓൾസോ എ മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്. ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്, മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ എക്സാമ്പിളാണ്. സോ നിങ്ങൾ മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ നെറ്റിലൊക്കെ ഒന്ന് അടിച്ച് നോക്കിയിട്ട് അതൊന്ന് റെഫർ ചെയ്ത് വെക്കുക. അതിൽ ഓരോ എഗ്രിമെൻറ്റ്സിലും എത്ര മെമ്പേഴ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, കാഫ്തയിൽ എന്ന് പറയുന്നത് മോർ ദാൻ 80% ഓഫ് US എക്സ്പോർട്സ് ടു 6 കൺട്രീസ്, 6 കൺട്രീസാണ് പിന്നെ കാഫ്തയിലുള്ളത്. കാഫ്ത എന്ന് വെച്ചാൽ സെൻട്രൽ അമേരിക്കൻ ഡൊമിനിയൻ റിപ്പബ്ലിക് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്നാണ്. അതിൽ 6 കൺട്രീസാണുള്ളത്. ഓക്കെ, അങ്ങനെ ഓൾമോസ്റ്റ് ഓൾ ട്രേഡ് എഗ്രിമെൻറ്റ്സും മൾട്ടിലാറ്ററൽ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞു ഏതാണ്, ഗാട്ടാണ്. അപ്പോൾ മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ് ഗാട്ടിലേക്ക് ആയത് നമുക്കറിയാം. ഓൾഡോ മൾട്ടിലാറ്ററൽ ട്രേഡ് എക്സിസ്റ്റ് ഏർലിയർ, നമ്മൾ പറഞ്ഞു വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ് അവിടെ ഒരു സെറ്റ് ഓഫ് റൂൾസ് വേണം എന്ന് ഉള്ളൊരു ആവശ്യം വന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഒരു റൂൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ഗാട്ട് വന്നത്. ദ ഫസ്റ്റ് ഓഫ് സച്ച് സെറ്റ് ഓഫ് റൂൾ കെയിം ഇൻ 1947 in the form of General Agreement on Tariff and Trade, that is called GATT. And 1995 GATT was replaced with the World Trade Organization, which has more than 150 members. Okay, ഇനി നമുക്ക് ഗാട്ടിലേക്ക് പോവാം. ഗാട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ എഗ്രിമെൻ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് ആണ്. സോ ഗാട്ട് ഈസ് എ മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഗാട്ട്? വാട്ട്സ് ദ പർപ്പസ് ഓഫ് ഗാട്ട്? ടു അബോളിഷ് ക്വാട്ടാസ് ഓർ റെസ്ട്രിക്ഷൻ ഓൺ ടാരിഫ് ഡ്യൂട്ടീസ് എമംഗ് ദ കോൺട്രാക്റ്റിംഗ് കൺട്രീസ്. ആ ഗാട്ട് എന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻ്റാണ്. എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുള്ള കൺട്രീസ്, സിഗ്നേച്ചറീസ് തമ്മിൽ ഉള്ള ട്രേഡിൽ അവിടെ വരുന്ന ക്വാട്ടാസും ടാരിഫ് ഡ്യൂട്ടീസൊക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു, അല്ലെങ്കിൽ അതൊക്കെ അബോളിഷ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഗാട്ട് എന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് 1947 വന്നെന്ന് നമ്മൾ പറഞ്ഞു. അത് ജനീവയിൽ 23 കൺട്രീസ് കൂടിയിട്ടുള്ള ഒരു മീറ്റിങ്ങിലാണ് ഗാട്ട് എന്നുള്ളൊരു എഗ്രിമെൻറ്റ് നെഗോഷിയേറ്റ് ചെയ്ത് വന്നുള്ളത്. നമുക്ക് നോക്കാം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന്. സോ ഡ്യൂറിങ് ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s, the international trade was badly affected and various countries imposed restriction for safeguarding their economics. നമ്മൾ 1930ക്ക് ശേഷം ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു. അത് ഓരോ രാജ്യത്തും അവരുടെ ഇൻ്റർനാഷണൽ ട്രേഡിനെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഓരോ രാജ്യങ്ങളും അവർക്ക് തോന്നിയ പോലെ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് വെക്കാൻ തുടങ്ങി. അത് അവരുടേതായ എക്കണോമിക്സ്, അവരുടെ സ്വന്തം രാജ്യത്തിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ ഇമ്പോർട്ട് ഡ്യൂട്ടീസും കാര്യങ്ങളും ക്വാട്ടാസൊക്കെ ടാരിഫും ഒക്കെ ഇമ്പോസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഇറ്റ് റിസൾട്ട്സ് ഇൻ എ ഷാർപ്പ് ഡിക്ലൈൻ ഇൻ വേൾഡ് ട്രേഡ്. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും ഒരു രാജ്യത്തിലേക്ക് നമ്മൾക്ക് ഒരു സാധനം കയറ്റി അയക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നമുക്കത് ഇങ്ങനെ ആ രാജ്യത്ത് കൊണ്ടുപോയി ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ രാജ്യത്ത് കൊണ്ടുപോയി നമുക്ക് സെയിൽ ചെയ്യണമെങ്കിൽ ഒരുപാട് ക്വാട്ടാസും ഒരുപാട് ടാരിഫ് റേറ്റുകളും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ വേൾഡ് ട്രേഡിൽ അതിലൊരു ഡിക്ലൈൻ തന്നെ വരും. കാരണം ഓരോ രാജ്യങ്ങളും പോകില്ല, ഇത്രയും ടാക്സും റേറ്റ്സും കൊടുത്തിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അത് വിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളും
അങ്ങനത്തെ ഇൻ്റർനാഷണൽ റെസ്ട്രിക്ഷൻസ് ഉള്ള രാജ്യങ്ങളിലേക്ക് സാധനം കയറ്റി അയക്കാതെ. ആസ് എ റിസൾട്ട് ദർ വിൽ എ ഷാർപ്പ് ഡിക്ലൈൻ ഇൻ വേൾഡ് ട്രേഡ്. അങ്ങനെ വേൾഡ് ട്രേഡിൽ തന്നെ ഒരു കാര്യമായിട്ടുള്ള ഡിക്ലൈൻ തന്നെ വന്നു. ഇൻ 1945 USA put forward many proposals for extending international trade and employment. ഇങ്ങനെ ഒരുപാട് വേൾഡ് ട്രേഡിൽ ഒരുപാട് ഡിക്ലൈൻ തന്നെ വരുമ്പോൾ വേൾഡ് മാർക്കറ്റിൽ തന്നെ വേൾഡ് എക്കണോമിക് സ്റ്റേജിൽ തന്നെ അത് ബാധിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്ഡ് കൺട്രി ആയിട്ടുള്ള യു എസ് എ 1945 അവരൊരു പ്രൊപ്പോസൽ വെച്ചു. ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊപ്പോസൽസ് വെച്ചു. 1947 ഓൺ ഒക്ടോബർ 30 23 രാജ്യങ്ങൾ ജനീവയിൽ വെച്ചിട്ടുള്ള ഒരു കോൺഫറൻസിൽ അവരൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. റിലേറ്റിംഗ് ടു ടാരിഫ് ഇമ്പോസ്ഡ് ഓൺ ട്രേഡ്. ട്രേഡായിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് ആൻഡ് ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് അവരൊരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. അത് ജനീവയിലാണ്. 23 കൺട്രീസാണ് അതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. എന്നാണ് 30 ഒക്ടോബർ 1947. ദാറ്റ് ഈസ് കോൾഡ് ഗാട്ട്. സോ നോക്കാം നമുക്ക് ഗാട്ട്. സോ ദ ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡിനെയാണ് നമ്മൾ ഗാട്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ് റിലേറ്റിംഗ് ടു ഇൻ്റർനാഷണൽ ട്രേഡ്. ഓക്കെ. അക്കോർഡിംഗ് ടു ഇറ്റ്സ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എഗ്രിമെൻറ്റും ഒക്കെ കാര്യങ്ങളും അതിൻ്റെ ഒരു ആമുഖം ഉണ്ടാവും. Its purpose is the substantial reduction of tariff and other trade barriers and the elimination of preferences on a reciprocal and mutually advantageous basis. പ്രിയാമ്പിളിൽ പറഞ്ഞുള്ള കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടാരിഫ് അല്ലെങ്കിൽ ട്രേഡ് ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ രാജ്യങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്തായി കൊടുക്കുക, എലിമിനേറ്റ് ചെയ്ത് കൊടുക്കുക. ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഒബ്ജക്റ്റീവായിരുന്നു ഗാട്ടിലുണ്ടായിരുന്നത്. ഇറ്റ് വാസ് നെഗോഷിയേറ്റഡ് ഡ്യൂറിങ് UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വാസ് ദ ഔട്ട്കം ഓഫ് ദ ഫെയിലിയർ ഓഫ് നെഗോഷിയേറ്റിംഗ് ഗവൺമെൻറ് ടു ക്രിയേറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ. ITO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കി, പക്ഷേ അതൊരു ഫെയിലിയർ ആയിരുന്നു. അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റിൽ നെഗോഷിയേറ്റ് നോക്കി, ബട്ട് ദ ഔട്ട്കം ഇസ് ദ ഫെയിലിയർ. നമുക്കറിയാം ഗാട്ട് സൈൻ ചെയ്തിട്ടുള്ള 1947 പറഞ്ഞു. ആൻഡ് ലാസ്റ്റഡ് അണ്ടിൽ 1993. Then it was replaced by the World Trade Organization ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ. ആൻഡ് ദ ഒറിജിനൽ ഗാട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഗാട്ട് 1947 is still in the effect under the WTO ഫ്രെയിംവർക്കിലുണ്ട്. സബ്ജക്റ്റ് ടു ദ മോഡിഫിക്കേഷൻ ഓഫ് ഗാട്ട് 1994 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും WTOയുടെ ഫ്രെയിംവർക്കിൽ ഗാട്ട് ടെക്സ്റ്റ് ആയിട്ട് ഒറിജിനൽ ഗാട്ട് ടെക്സ്റ്റ് നിലവിലുണ്ട്, ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട്. അപ്പോൾ ഗാട്ട് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ളൊരു മീനിങ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ, മൾട്ടിനാഷണൽ ട്രേഡ് എഗ്രിമെൻറ്റ് എങ്ങനെ ഗാട്ടിലേക്ക് മാറി എന്നുള്ളതും ഗാട്ട് WTOയിലേക്ക് ചേഞ്ച് ആയതും നമ്മൾ പറഞ്ഞു. ഇനി റൗണ്ട്സ് ഓഫ് ഗാട്ട് നെഗോസിയേഷനാണ്. നമ്മൾ ഓരോ രാജ്യങ്ങളും നമ്മളിൽ നടന്നിട്ടുള്ള കോൺഫറൻസുകളുണ്ട്. ആ കോൺഫറൻസിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഗാട്ട് നിലവിൽ വന്നതും WTO നിലവിൽ വന്നതും. സോ അതിനെയാണ് നമ്മൾ റൗണ്ട്സ് ഓഫ് ഗാട്ട് നെഗോസിയേഷൻ എന്ന് പറയുന്നത്. സോ ബിറ്റ്വീൻ 1947 ആൻഡ് ദ ലാസ്റ്റ് ഇയർ ഓഫ് ഗാട്ട് ദർ വാസ് 8 റൗണ്ട് ഓഫ് നെഗോസിയേഷൻ ഉണ്ടായിരുന്നു ബിറ്റ്വീൻ പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ്. നമ്മൾ 8 റൗണ്ട്സ് ഓഫ് നെഗോസിയേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് റൗണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് രാജ്യങ്ങൾ തമ്മിൽ നടത്തിയിട്ടുള്ള കോൺഫറൻസുകളാണ്. അങ്ങനെ 8 റൗണ്ട് കോൺഫറൻസുകൾ ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ റൗണ്ട് ഓഫ് ഗാട്ട് നെഗോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ ഗാട്ടിൻ്റെ ലാസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോഴേക്കും 8 റൗണ്ട്സ് ഓഫ് നെഗോസിയേഷൻ പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ് തമ്മിലുണ്ടായിരുന്നു. അതിൽ ദ ഫസ്റ്റ് 6 റൗണ്ട്സ് വാസ് റിലേറ്റിംഗ് ടു കർട്ടൈലിംഗ് ടാരിഫ് റേസ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ 6 എണ്ണം ഉണ്ടായിരുന്നത്. ആൻഡ് 7th റൗണ്ട് ഇൻക്ലൂഡ് നോൺ ടാരിഫ് ഒബ്സ്റ്റക്കിൾസ് ആണ് 7th ഉണ്ടായിരുന്നത്. ആൻഡ് 8th റൗണ്ട് വാസ് എക്സ്ട്രീംലി ഡിഫറെൻറ്റ് ഫ്രം ദ പ്രീവിയസ് റൗണ്ട്സ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് എ നമ്പർ ഓഫ് ന്യൂ സബ്ജക്ട്സ് ഫോർ കൺസിഡറേഷൻ.
ആ 8th റൗണ്ടിനെയാണ് പറയുന്നത് ഉറുഗ്വേ റൗണ്ട് എന്ന് പറയുന്നത്. ഉറുഗ്വേ റൗണ്ട് ഓഫ് കോൺഫറൻസ് അല്ലെങ്കിൽ ഉറുഗ്വേ റൗണ്ട് എന്ന് പറയുന്നത് ആണ് ലാസ്റ്റ് 8th റൗണ്ട് എന്നായിട്ട് പറയുന്നത്. ആ 8th റൗണ്ടിന് ശേഷമാണ് WTO നിലവിൽ വന്നത്. ഈ 8th റൗണ്ടിലാണ് ഗിവ് ബർത്ത് ടു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ആദ്യത്തെ 6 എണ്ണത്തിലും ടാരിഫ് റേസ് കർട്ടെയിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ 7th റൗണ്ടിൽ നോൺ ടാരിഫ് ഓബ്സ്റ്റക്കിൾസ് ആയിരുന്നു. പിന്നെ 8th റൗണ്ട് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് മാറ്റേഴ്സ് ആയിരുന്നു. ടാരിഫായിട്ട് റിലേറ്റ് ചെയ്തത് മാത്രമല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് കൺസിഡർ ചെയ്തു അവരുടെ കോൺഫറൻസിൽ. അതിനുശേഷം അതിനെയാണ് നമ്മൾ ഉറുഗ്വേ റൗണ്ട് എന്ന് പറയുന്നത്. ആ ഡിസ്കഷൻ എന്തിലേക്ക് പോയി? ഗിവ് ബർത്ത് ടു ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇനി ഗാട്ട് ഓർ വേൾഡ് ട്രേഡ് റൗണ്ട്സുകൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. 8 എണ്ണം ഉണ്ട്. ജനീവ റൗണ്ട്, ആൻസി റൗണ്ട്, ടോക്കി റൗണ്ട്, പിന്നെ ജനീവ റൗണ്ട് വീണ്ടും കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും വർഷങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ലാസ്റ്റ് വൺ ആണ് ഞാൻ പറഞ്ഞ പോലെ ഉറുഗ്വേ റൗണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള ഒരു ഇതാണ് ദോഹ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 200 to 201 ആ റൗണ്ട്സുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ഇയറും പറയുന്നുണ്ട്, എത്ര രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻ്റ് ആയിരുന്നു. അതിൽ നിന്ന് ഗാട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ യു ഹാവ് ടു കമൻറ്റ് ദ വേർഡ് ഗാഡ്. ഓക്കെ, താങ്ക് യു.